ഒരു വകതിരിവൊക്കെ വേണം. പാത്രം അറിഞ്ഞ് വിളമ്പാൻ പഠിക്കണം. നമസ്കാരം, ഞാൻ ഡോക്ടർ ട്രേസിമോൾ മത്തായി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഫ്രം മൈൻഡ് ബ്യൂട്ടി, ലെറ്റ് അവർ മൈൻഡ് ഷൈൻ. കൊല്ലക്കുടിയിൽ സൂചി വിൽക്കരുത്, കടപ്പുറത്ത് പൂഴിയിറക്കരുത് എന്നൊക്കെ പറയും. എന്ത്, എവിടെ, എങ്ങനെ, എപ്രകാരം പറയണം, ചെയ്യണം എന്നുള്ളത് ബുദ്ധിപൂർവം ആലോചിച്ച് ചെയ്യാൻ പഠിക്കണം. ഒരു ചൊല്ലുണ്ട്, ഒരാളോട് സംസാരിക്കുന്നതിന് മുൻപ് അയാളുടെ സ്ഥലം, കുലം, മുഖം ഇത്യാദി നോക്കണം. അതായത് ബി പ്രാക്ടിക്കൽ എന്നാണ് പറഞ്ഞു വരുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനുഭവമാണ്. ഒരു റിലേറ്റീവിന് ആൾ വെഡ്ഡിങ് ഗിഫ്റ്റായിട്ട് വളരെ എക്സ്പെൻസീവായിട്ടുള്ളൊരു ഡ്രസ്സ് മേടിച്ചു കൊടുത്തു. അവർ ആ ഡ്രസ്സ് ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞ് എന്നോട് സങ്കടത്തോടു കൂടി പറഞ്ഞു. അവരുടെ ലൈക്കിംഗ് എന്താണ്, ടേസ്റ്റ് എന്താണ്, സ്റ്റൈലിംഗ് എന്താണ് ഒന്നും നോക്കാതെ വളരെ ആഗ്രഹത്തോടും ഇഷ്ടത്തോടും കൂടെ വളരെ ഇമോഷണലായിട്ട് ചെയ്ത ഒരു ജെസ്റ്ററായിരുന്നു അത്. വളരെ സങ്കടപൂർവ്വം എന്നോട് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ അവരുടെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക, അവർ ഏത് തരം ഡ്രസ്സാണ്, അവരുടെ പ്രിഫറൻസ് അറിയാൻ സാധിക്കണം. അല്ലെങ്കിൽ ഒരു ഐഡിയയും കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് ക്യാഷ് കൊടുത്ത് ഡ്രസ്സ് മേടിക്കാൻ പറയാം ഗിഫ്റ്റായിട്ട്. അല്ലെങ്കിൽ പിന്നെ ഒരു ഷോപ്പിൽ അവരെയും കൂട്ടി പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് മേടിച്ചു കൊടുക്കുക. ഇതൊന്നും ചെയ്യാതെ വൈകാരികമായി ഒരു കാര്യം ചെയ്യുകയും ഇതുപോലെയുള്ള റെസ്പോൺസ് വരുമ്പം വളരെ സങ്കടപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടാണ് എന്നോട് പറഞ്ഞത്. ഹാർട്ടിനൊന്നും ഒരു വിലയില്ലാത്തവർക്ക് വേണ്ടി നമ്മുടെ ബ്രേക്ക് ചെയ്യാനുള്ളതാണോ നമ്മുടെ ഹാർട്ട്? അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തരുത് എന്ന് പറയും. കഴിഞ്ഞ ദിവസം ഇൻസൾട്ടും ഡിസ്റെസ്പെക്റ്റും നോർമലൈസ് ചെയ്ത് ജീവിക്കുന്ന വളരെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഹോം മേക്കർ എന്നെ കാണാൻ വന്നു. വർഷങ്ങളായി ഈ പാറ്റേൺ ഫോളോ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് റെസ്പെക്റ്റ് എന്താണെന്നോ എങ്ങനെ എടുക്കണമെന്നോ അറിയില്ലായിരുന്നു. ഒരു ബ്ലാങ്ക് ഫേസ് ആണ് ഉണ്ടായിരുന്നത്. ഇവർക്ക് വകതിരിവുണ്ടാക്കുക എന്ന ഒരു അസൈൻമെൻ്റ് ആണ് എനിക്ക് തന്നിട്ടുള്ളത്. ഒരു ആഫ്രിക്കൻ ഹൗസ് വാമിങ്ങിൻ്റെ റോസ്റ്റിംഗ് റീൽ കാണാനിടയായി. 8-10 ഗിഫ്റ്റ്സിൻ്റെ അൺബോക്സിംഗ് ആണ് കണ്ടത്. എല്ലാ ഗിഫ്റ്റും ചിലത് വളരെ എക്സ്പെൻസീവായിട്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കേജസ് ഒക്കെ അതിനകത്തുണ്ട്. തുറക്കുമ്പോൾ മുഴുവൻ പ്ലേറ്റ്സ് മാത്രമാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഓരോ ഡിഫറെൻറ്റ് സാധനമാണെന്ന് വിചാരിച്ച് എക്സൈറ്റ്മെൻറ്റോടുകൂടി അൺബോക്സ് ചെയ്യുമ്പോൾ പ്ലേറ്റുകൾ ആഫ്റ്റർ പ്ലേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരാൾക്ക് എന്ത് വേണം, അവർക്ക് എന്താണ് ആവശ്യം എന്ന് വിചാരിച്ച് ഗിഫ്റ്റ് കൊടുക്കും. അവർക്ക് എന്തെങ്കിലും ഗുണം വേണം എന്നുണ്ടെങ്കിൽ ആവശ്യം എന്താണ് അതിനനുസരിച്ച് കൊടുക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ കുറച്ച് ചെറുതാണെങ്കിലും ക്യാഷ് കൊടുക്കുന്നതായിരിക്കും ഉചിതം. എൻ്റെ റിലേറ്റീവിൻ്റെ ഒരു പഴയ ഹൗസ് വാമിങ് ഞാൻ ഓർക്കുകയാണ്. ഹൗസ് വാമിങ് കഴിഞ്ഞ് എല്ലാം ഗിഫ്റ്റ്സ് എല്ലാം അൺബോക്സ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടിയത് ഒരു 35ഓളം ക്ലോക്കുകളാണ്. അപ്പോൾ ക്ലോക്ക് കട തുടങ്ങാമല്ലോ എന്ന് പറഞ്ഞ് അവർ പറയുകയുണ്ടായി. ഇത് കുറേ പേരുടെ അനുഭവങ്ങൾ ഇതുപോലെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് ഗിഫ്റ്റ് എന്തിനാണ് കൊടുക്കുന്നത്? ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്, നമുക്ക് അവർക്കൊരു ഉപകാരമാകട്ടെ എന്നാണ് കരുതുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടത് അത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ചെറിയ ഒരു എമൗണ്ട് ആയിട്ടാണെങ്കിലും ആ എമൗണ്ട് കൊടുക്കുന്നതായിരിക്കും അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇതിനെയൊക്കെയാണ് വകതിരിവ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോ സിറ്റുവേഷനിലും സാഹചര്യത്തിലും എന്ത്, ഏത്, എവിടെ, എങ്ങനെ പ്രവർത്തിക്കണം, പറയണം, പറയണ്ട എന്നുള്ളത് നമുക്ക് എക്സ്പീരിയൻസിൽ നിന്നും ഒക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവേകപൂർവ്വം ശ്രദ്ധിച്ചാൽ നമുക്കത് സാധിക്കും. നമ്മളൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ പോകണോ അതോ പോകണ്ടയോ, അവിടെ എത്ര നേരം നിൽക്കണം, നിൽക്കണ്ട, നമ്മൾ അവിടെ ചെല്ലണോ ചെല്ലണ്ടയോ, ഇന്ന കാര്യം ചെയ്യണോ വേണ്ടയോ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും. അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് ഒന്നുകൂടെ എഫോർട്ട്ലെസ് ആയിട്ട് നന്നായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. വകതിരിവോടുകൂടി ക്വാളിറ്റിയോടുകൂടി സന്തോഷമായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ബിക്കോസ് ഹാപ്പിനെസ് ഈസ് അവർ ബർത്ത് റൈറ്റ്. മൈൻഡ് ബ്യൂട്ടി ഇനി മറ്റു വിഷയമായി അടുത്ത എപ്പിസോഡിൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.